ചേർത്തല നഗരസഭയിലെ വോട്ടെണ്ണൽ നടപടികൾക്കും ഒരുക്കങ്ങൾ പൂർത്തിയായി. ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് വോട്ടെണ്ണൽ കേന്ദ്രം സജ്ജമാക്കിയിട്ടുള്ളത്. 6 ടേബിളുകളിലായി 6 റൗണ്ട് കൗണ്ടിംഗ് നടക്കും. ചേർത്തല നഗരസഭയിലെയും കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലെ ഗ്രാമപഞ്ചായത്തുകളുടെയും വോട്ടെണ്ണലിനായി ക്രമീകരണങ്ങൾ അവസാനഘട്ടത്തിലായി. നഗരസഭയിലെ വോട്ടെണ്ണൽ ചേർത്തല ശ്രീനാരായണ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ തന്നെയാണ് 36 വാർഡുകളിലെയും വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത്. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും അതിന്റെ പരിധിയിൽ വരുന്ന ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലെയും വോട്ടെണ്ണൽ ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജിലാണ്. 178 വോട്ടിംഗ് യന്ത്രങ്ങളാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നിടത്ത് കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. ഇരു സ്ഥാപനങ്ങളിലും ബുധനാഴ്ച ഡോഗ് സ്ക്വാഡിന്റെ സാന്നിധ്യത്തിൽ പോലീസ് സംഘം പരിശോധന നടത്തിയിരുന്നു. ഇവിടെ വോട്ടെണ്ണൽ ദിനത്തിൽ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്ക് ശേഷം മാത്രമേ എല്ലാവരെയും പ്രവേശിപ്പിക്കുകയുള്ളൂ. ഇതിനായുള്ള സംവിധാനമൊരുക്കാൻ പോലീസ് ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ തുടരുന്നു. നഗരസഭയുടെ വോട്ടെണ്ണൽ നടക്കുന്ന ചേർത്തല ശ്രീനാരായണ ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ 6 ടേബിളുകളിലായാണ് വോട്ടെണ്ണുന്നത്. 6 റൗണ്ടോടെ വോട്ടെണ്ണൽ പൂർത്തിയാക്കാൻ കഴിയും. 50ഓളം ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥിക്കും ഏജന്റിനും മാത്രമാണ് പ്രവേശനം. സെന്റ് മൈക്കിൾസ് കോളേജിൽ 5 ടേബിളുകളിലായി 280ഓളം ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയതിനു ശേഷം യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണും. ആദ്യ 1 മണിക്കൂറിനുള്ളിൽ ഫലസൂചനകൾ അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷ. ഉച്ചയ്ക്ക് മുൻപായി പൂർണ്ണമായി ഫലം അറിയാൻ കഴിയുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്.